ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ ക്രിസ്മസ് പരീക്ഷയുടെ 2023-24 അധ്യയന വർഷത്തെ അർദ്ധവാർഷിക പരീക്ഷാ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം. ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ പാരഗ്രാഫ് വായിച്ചിട്ട് ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയാണ് വേണ്ടത്. മലയാളികളുടെ ഇഷ്ടവിഭവമാണ് അവിയൽ. അവിയലിനെ കുറിച്ചാണ് ഒരു പാരഗ്രാഫ് തന്നിട്ടുള്ളത്. അത്യന്തം സ്വാദിഷ്ടവും പോഷകപ്രദവുമായ വിഭവമാണിത്. അവിയൽ ഉണ്ടായതിനെപ്പറ്റി ധാരാളം ഐതിഹ്യങ്ങളും കഥകളുമുണ്ട്. അതിലെ ഒരു കഥ ഇതാ. സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ കവിയായിരുന്നു ഇരയിമ്മൻ തമ്പി. ഒരിക്കൽ കൊട്ടാരത്തിൽ സദ്യ നടന്നപ്പോൾ കറി തികയാതെ വന്നു. പാചകശാലയിൽ ചെന്ന ഇരയിമ്മൻ തമ്പി അരിഞ്ഞുകൂട്ടിയ പലതരം പച്ചക്കറികളുടെ കഷ്ണങ്ങൾ കണ്ടു. അതെല്ലാം കൂടി ഒരു വലിയ ചരുവത്തിലിട്ട് വേവിച്ച് എരിശ്ശേരി ഉണ്ടാക്കാൻ നോക്കി. എന്നാൽ അത് വേറൊരു കറിയായി. ഊണിന് വിളമ്പി. നല്ല രുചിയും മണവുമുള്ള കറി എല്ലാവർക്കും വലിയ ഇഷ്ടമായി. പുതിയ വിഭവത്തിന് പിടിവലിയായി. കൂടുതൽ സ്വാദോടെ ഈ വിഭവം വീണ്ടും ഉണ്ടാക്കി. അതിന് അവിയൽ എന്നു പേരിടുകയും ചെയ്തു. ചേന, മുരിങ്ങക്കായ, ക്യാരറ്റ്, കുമ്പളങ്ങ, പടവലങ്ങ, പച്ചപ്പയർ, ബീൻസ്, വെള്ളരിക്ക, പാവയ്ക്ക, നേന്ത്രക്കായ, പച്ചമുളക് തുടങ്ങിയ വിവിധ ഇനം പച്ചക്കറികൾ അവിയലിൽ ചേർക്കാം. എല്ലാം നീളത്തിലാണ് അരിയേണ്ടത്. അരിഞ്ഞ പച്ചക്കറി മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിക്കുന്നു. വെന്തു കഴിഞ്ഞാൽ തൈര് ഒഴിക്കുന്നു. ചില സ്ഥലങ്ങളിൽ തൈരിനു പകരം പച്ചമാങ്ങ ചേർത്തും അവിയൽ ഉണ്ടാക്കാറുണ്ട്. തുടർന്ന് തേങ്ങ, ജീരകം, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചതച്ചിടുന്നു. വാങ്ങിവെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അവിയൽ തയ്യാർ. ചെരുവം എന്ന് പറഞ്ഞാൽ മുകളിലും അടിയിലും വിസ്താരമേറിയ വലിയ പാത്രമാണ്. ഒന്നാമത്തെ ചോദ്യം, ഏതു വിഭവം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവിയൽ ഉണ്ടായത്? വളരെ വ്യക്തമായിട്ട് ഈ പാരഗ്രാഫ് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. എരിശ്ശേരിയാണ്. വിവരണത്തിൽ അങ്ങേയറ്റം എന്ന പദത്തിനു പകരം ഉപയോഗിച്ച പദമേത്? അത്യന്തം. പുതിയ വിഭവത്തിന് ആവശ്യക്കാർ തിരക്കുകൂട്ടി. അപ്പോൾ അതിൽ പിടിവലിയായി എന്നുള്ളൊരു പ്രയോഗമുണ്ട് അല്ലേ? ഇനി അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. കുറേ പച്ചക്കറികളുടെ പേര് പറയുന്നുണ്ട്. അത് നീളത്തിലരിയുക, എന്നിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിക്കുക, പിന്നെ തൈര് ഒഴിക്കുക, അങ്ങനെയുള്ള തേങ്ങയും ജീരകം, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചതച്ച് ഇട്ട് അവിയൽ വാങ്ങി വെച്ച് വെളിച്ചെണ്ണയും ചേർക്കുക. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ചുരുക്കിയിട്ട് ഇവിടേക്ക് എഴുതിയാൽ മതി. അവിയൽ സ്വാദിഷ്ടവും പോഷകപ്രദവുമായ വിഭവമായി കണക്കാക്കാൻ കാരണം എന്താണ്? അതിൽ പലതരം പച്ചക്കറികൾ, തൈര്, ജീരകം, തേങ്ങ, കറിവേപ്പില തുടങ്ങിയവ ഉൾപ്പെടുന്നതിനാലാണ്. അടുത്ത പ്രവർത്തനം പോസ്റ്റർ തയ്യാറാക്കാനാണ്. ഭക്ഷ്യവിഷബാധ കുട്ടികൾ ആശുപത്രിയിൽ. തോട്ടങ്ങളിൽ വ്യാപകമായ എൻഡോസൾഫാൻ പ്രയോഗം. പച്ചക്കറികളിൽ വ്യാപകമായ കീടനാശിനി പ്രയോഗം. മാറാരോഗങ്ങൾ പെരുകുന്നു. 500 കിലോഗ്രാം ഫോർമാലിൻ കലർന്ന മത്സ്യം പിടിച്ചു. കുറേ പത്രവാർത്തകളാണ്. ചില പത്രവാർത്തകളുടെ തലക്കെട്ടുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ആരോഗ്യത്തിന് ഹാനികരമായ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. സമൂഹത്തെ ബോധവൽക്കരിക്കാൻ സഹായിക്കുന്ന പോസ്റ്റർ തയ്യാറാക്കാനാണ്. പോസ്റ്റർ എന്ന് പറയുമ്പോൾ അതിൽ നല്ല ഒരു കോഡ്സ് ഉണ്ടാവണം. നല്ല കുറച്ച് ഒരു 2 വാക്യം അല്ലേ, ഒരു ബോധവൽക്കരിക്കുന്ന വാചകങ്ങൾ ഉണ്ടാവണം. നല്ല ആകർഷണീയമായ ചിത്രങ്ങൾ ഉണ്ടാവണം. ഇതൊക്കെ അതിൻ്റെ ലേഔട്ട്, ചിത്രങ്ങൾ, അതിൻ്റെ വാചകങ്ങൾ, ഇതിനൊക്കെയാണ് പോസ്റ്ററിന് മാർക്ക് നിർണ്ണയിക്കുന്നത്. അടുത്ത പ്രവർത്തനം വിളംബരം തയ്യാറാക്കാം. GLP സ്കൂൾ കനകമലയുടെ 100ാം വാർഷികം അതിഗംഭീരമായി ആഘോഷിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കുമായി കായികമേള സംഘടിപ്പിക്കുന്നു. 2023 ഡിസംബർ 20 ബുധനാഴ്ച രാവിലെ 9 മണിക്ക് പ്രമുഖ ഇന്ത്യൻ ഹോക്കി താരം ശ്രീ PR ശ്രീജേഷാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സ്കൂൾ മൈതാനത്ത് വെച്ച് നടക്കുന്ന കായികമേള ജനങ്ങളെ അറിയിക്കുന്നതിനായി ഒരു വിളംബരം തയ്യാറാക്കൂ. അപ്പോൾ എങ്ങനെയാണ് വിളംബരം തയ്യാറാക്കുക? GLP സ്കൂൾ കനകമലയുടെ 100ാം വാർഷികം അതിഗംഭീരമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട നാട്ടുകാരെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിളംബരമാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 2023 ഡിസംബർ 20 ബുധനാഴ്ച രാവിലെ 9 മണിക്കാണ് പരിപാടി നടത്തപ്പെടുന്നത്. അല്ലെങ്കിൽ ഉദ്ഘാടനം
ഉദ്ഘാടനം ഇന്ന ദിവസമാണ്, സമയമൊക്കെ അതിൽ പറയുന്നുണ്ട്. ഉദ്ഘാടകനായി എത്തുന്നത് നമുക്കേവർക്കും പ്രിയപ്പെട്ട ഇന്ത്യൻ ഹോക്കി താരം ശ്രീ PR രാജേഷാണ്. സ്കൂൾ മൈതാനത്ത് വെച്ച് നടക്കുന്ന അതിഗംഭീരമായ ആഘോഷ പരിപാടിയിലേക്ക് ഈ നാട്ടിലെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിളംബരം ഇവിടെ തയ്യാറാക്കാം. മൂന്നാമത്തെ പ്രവർത്തനം ആത്മകഥയാണ്. എന്നെ തൂക്കി വിൽക്കല്ലേ, വളരെ നേരിയ ശബ്ദത്തിലുള്ള തൂമ്പയുടെ കരച്ചിൽ ആരു കേൾക്കാൻ. ഇരുമ്പ് പണിക്കാരൻ്റെ ആലയിൽ നിന്ന് തോളിലേറ്റിയാണ് എന്നെ നാണുവേട്ടൻ കൊണ്ടുപോയത്. എന്തൊരു സ്വീകരണമായിരുന്നു! പാടങ്ങളും പറമ്പുകളും കിളച്ചുമറിച്ച സുവർണക്കാലം. പൊന്നുപോലെ പരിപാലിച്ചവർ. കല്ലിൽ തട്ടി വക്കുമടങ്ങിയപ്പോൾ ഉണ്ടായൊരു വേദന. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ, വേദനിപ്പിച്ചതും സന്തോഷിപ്പിച്ചതും. തൂമ്പ തൻ്റെ ജീവിതമോർത്തു. തൂമ്പയുടെ ആത്മകഥ എഴുതൂ. അപ്പോൾ ആത്മകഥ എഴുതുമ്പോൾ തൂമ്പ, നമ്മളാണ് തൂമ്പ അല്ലേ, ഞാൻ എന്ന രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ എവിടുന്നാണ്? ഇരുമ്പ് പണിക്കാരൻ്റെ ആലയിൽ നിന്ന് തോളിലേറ്റിയാണ് എന്നെ നാണുവേട്ടൻ കൊണ്ടുപോയത്. അപ്പോൾ എവിടെയാണ് തൂമ്പയുടെ ജനനം വരുന്നത്? ഇരുമ്പ് പണിക്കാരൻ്റെ ആലയിലാണ് തൂമ്പ ഉണ്ടാകുന്നത്. അത് മുതൽ നാണുവേട്ടൻ്റെ കൂടെയുള്ള ആ ഒരു ജീവിതം. പിന്നീട് ഇപ്പോൾ ഇവിടെ തൂക്കി വിൽക്കാനുള്ള സാഹചര്യത്തിൽ എത്തി നിൽക്കുന്ന, അപ്പോൾ തൂമ്പകൾക്കൊന്നും എന്തില്ല, ഒരു റോളൊന്നും ഇല്ല. പുതിയ പുതിയ മെഷീനറീസൊക്കെ വന്നപ്പോൾ അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെറിയൊരു തൂമ്പയുടെ ആത്മകഥ എഴുതാനുള്ള പ്രവർത്തനമാണ് 3. അടുത്തത് വരികൾ കൂട്ടിച്ചേർക്കാം. അഴകേറുന്നൊരു കേരള നാടിൻ കാഴ്ചകൾ കാണാൻ എന്തു രസം, കുന്നും പുഴയും മാമണിമേടും പച്ച പുതച്ചൊരു നെൽവയലും. അപ്പോൾ ഇനി എന്ത് വരികൾ ചേർക്കണം? അഴകേറുന്നൊരു കേരള നാടിൻ കാഴ്ചകൾ കാണാൻ എന്തു രസം. പിന്നെ എന്തൊക്കെയാണ് നമ്മളുടെ ഇവിടെയുള്ളത്? കുന്നും പുഴയും മാമണി മേടും പറഞ്ഞു അല്ലേ. ഇനി എന്തൊക്കെ പറയാം? കാടും പൂവും പുഴയും പൊന്നോളങ്ങളും പറഞ്ഞിട്ട് എഴുതാം അല്ലേ. പൂവും പുഴയും പൊന്നോളങ്ങളും തിങ്ങി നിറഞ്ഞൊരു കാട്ടു മരങ്ങളും അല്ലേ. പൂവും പുഴയും പൊന്നോളങ്ങളും തിങ്ങി നിറയും മരങ്ങളും പറഞ്ഞിട്ട് പിന്നെ അടുത്ത വരികൾ എന്തെഴുതാം? കിളികളും പൂഞ്ചോലകളും. അങ്ങനെ നമ്മളുടെ കേരളത്തിലുള്ള ഓരോ സൗന്ദര്യത്തിൻ്റെ ഓരോന്നും എടുത്തെടുത്ത് ഈ വരികൾ കൂട്ടിച്ചേർക്കാം. കവിതയ്ക്ക് ഉചിതമായ തലക്കെട്ടും നൽകണം. എൻ്റെ കേരളം എന്നോ എൻ്റെ നാടെന്നോ സിമ്പിളായിട്ടുള്ള തലക്കെട്ടും നൽകിയാൽ മതി. അടുത്ത പ്രവർത്തനം ആസ്വാദനക്കുറിപ്പാണ്. ആസ്വാദനക്കുറിപ്പ് എഴുതാൻ എല്ലാ പരീക്ഷകൾക്കും വരാറുള്ളതാണ്. LSSൻ്റെ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുഴയിൽ കുളിക്കാൻ പോയപ്പോഴാണ് കിച്ചുവിന് കുഞ്ഞു മീനിനെ കിട്ടിയത്. തോർത്തുമുണ്ട് കൊണ്ട് കോരിയെടുത്തതാണ്. കൂടെ ഉണ്ടായിരുന്ന മീനുകളെല്ലാം ഞൊടിയിടയിൽ തെന്നിമാറി. കുഞ്ഞുമീൻ മാത്രം തോർത്തിൽ കുടുങ്ങി. കിച്ചു കുഞ്ഞുമീനിനെ ചില്ലുഭരണിയിലെ വെള്ളത്തിലിട്ടു. തിളങ്ങുന്ന ചെതുമ്പലുകളുള്ള ചന്തമുള്ള മീൻ. അരിമണി തിന്നാൻ കൊടുത്തു. കുഞ്ഞുമീൻ അത് കണ്ടതായി പോലും ഭാവിച്ചില്ല. 2 ദിവസം കഴിഞ്ഞിട്ടും കുഞ്ഞുമീൻ ഒന്നും തിന്നില്ല. എപ്പോഴും ഒരേ നിൽപ്പ്. നീന്താറുമില്ല, മുങ്ങാങ്കുഴി ഇടാറുമില്ല. നിനക്ക് എന്തു പറ്റി? കിച്ചു ചോദിച്ചു. അതിനൊരു മറുചോദ്യമാണ് കുഞ്ഞുമീൻ ചോദിച്ചത്. നീ ഇന്ന് എന്തെല്ലാം കാഴ്ചകൾ കണ്ടു? കിച്ചു അവൻ കണ്ട കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങാടിയിൽ പോയതും വണ്ടികൾ കണ്ടതും സ്കൂളിൽ കൂട്ടുകാരുമായി കളിച്ചതും മഴവെള്ളത്തിൽ കടലാസ് തോണി ഇറക്കിയതും എല്ലാം അവൻ പറഞ്ഞു. എൻ്റെ കാര്യമോ? വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെ കൂട്ടുകാരെല്ലാം പുഴയിൽ എന്തെല്ലാം കാഴ്ചകൾ കാണുന്നുണ്ടാവും. അവർ എന്തെല്ലാം കളികൾ കളിക്കുന്നുണ്ടാവും. കുഞ്ഞുമീൻ സങ്കടപ്പെട്ടു. കിച്ചുവിനും അത് കേട്ട് സങ്കടമായി. അവൻ ചില്ലുഭരണിയുമെടുത്ത് പുഴവക്കത്തേക്ക് നടന്നു. കഥ വായിച്ചല്ലോ, കഥയ്ക്കൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൂ. ഇപ്പോൾ കഥയ്ക്കാണ് നമ്മൾ ഇവിടെ, കവിതകൾക്കാണ് നമ്മൾ സാധാരണ ക്ലാസ്സുകളിൽ നിന്നൊക്കെ ആസ്വാദനക്കുറിപ്പ് എഴുതിയിട്ടുള്ളത്. ഇവിടെ ഒരു കൊച്ചു കഥയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൊച്ചു കഥയ്ക്ക് വളരെ ലളിതമായ രീതിയിലുള്ള, എന്നാൽ നമ്മളുടെ മനസ്സ് ഏറെ ചിന്തിപ്പിക്കുകയും നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ് അല്ലേ, ചിന്തിപ്പിക്കുന്ന ഒരു കൊച്ചു കഥയാണ് കുഞ്ഞുമീനിൻ്റെ ഈ കഥ നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ കഥയിൽ കുഞ്ഞുമീൻ്റെയും കിച്ചുവിൻ്റെയും കാര്യങ്ങളാണ്
കഥാകാരൻ നമ്മോട് പങ്കുവെക്കുന്നത്. കിച്ചുവിന് കുഞ്ഞുമീനിനെ കിട്ടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ, എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്, ഈ കഥ നമുക്ക് തരുന്ന സന്ദേശം എന്ത് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആസ്വാദനക്കുറിപ്പ് ഭംഗിയായി എഴുതണം. ആസ്വാദനക്കുറിപ്പൊക്കെ എഴുതിയാൽ മാത്രമേ ശീലിക്കുള്ളൂ. നന്നായിട്ട് എഴുതി പഠിക്കുക. അപ്പോൾ ഓക്കെ, എല്ലാ ദിവസത്തെയും അന്നത്തെ ചോദ്യപേപ്പറും ഡിസ്കഷനും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്